പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ താനൂർ മുനിസിപ്പാലിറ്റിയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന മുന്നേ ജനങ്ങളിൽ നിന്ന് അഭിപ്രായം ക്ഷണിച്ചിരുന്നു. വാട്സപ്പിലേക്ക് അഭിപ്രായം അയക്കാൻ പറഞ്ഞിരുന്നു. വാട്സപ്പ് നമ്പറും കൊടുത്തിരുന്നു. എന്നാൽ പലരും അതിലേക്ക് അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ അത് സീൻ ചെയ്തിട്ടില്ല, മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അന്ന് ഞാനും അയച്ചിരുന്നു. ഞാൻ അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്, അത് പറയാനാണ് ഇന്ന് വീഡിയോയിൽ വരുന്നത്. അതുപോലെ തന്നെ താനൂർ ഡെവലപ്മെന്റ് ഫോറം ഗ്രൂപ്പ് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ താനൂരിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണല്ലോ. അവിടെ ഉള്ളവർ മുൻകൈ എടുത്തുകൊണ്ട് താനൂർ കൃഷിഭവൻ ഓഫീസറെ ആഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ നേരിട്ട് പോയി ചോദിച്ച ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അവിടുത്തെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ കൃഷിഭവനിൽ വരുന്ന എല്ലാ സംഭവങ്ങളും ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിൽ നിന്ന് അദ്ദേഹം ലെഫ്റ്റ് ആയി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ സമർപ്പിക്കേണ്ടത് ജനങ്ങൾക്ക് മുന്നിലാണ്. ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി. കൂട്ടായിക്കൊണ്ട് ഒരുമിച്ചുകൊണ്ട് ജനങ്ങൾ ഒരു കാര്യം പറയാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. ഇതിന് നമുക്ക് ഹരിത താനൂർ എന്ന് തീർച്ചയായിട്ടും പേര് നൽകാം. മറ്റുള്ള ആളുകളും മറ്റുള്ള സ്ഥലത്തുള്ള ആളുകളും തീർച്ചയായിട്ടും ഈ വീഡിയോ കേൾക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ വരണമെന്ന് തീർച്ചയായിട്ടും പറയേണ്ടതാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ് ബിൽഗേറ്റ്സ്. അദ്ദേഹവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത മേഖലയാണ് കൃഷി. എന്നാൽ നിങ്ങളിപ്പോൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അമേരിക്കയിൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ വാങ്ങിയിരിക്കുകയാണ് ബിൽഗേറ്റ്സ്. ഇത് എന്തിനാണ് വാങ്ങിയത്? നമ്മുടെ യൂട്യൂബിൽ വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് ഭക്ഷ്യക്ഷാമമാണെന്ന്. ഭക്ഷ്യക്ഷാമത്തെ മുന്നിൽ നിർത്തിയാണ് അവരൊക്കെ അത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ താനൂർ നമുക്കിങ്ങനെ ചെയ്തുകൂടെ? അതായത് നമുക്കറിയാം, ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്. അതിലെന്താണ് ചെയ്യുന്നത്? നമ്മുടെ നാട്ടിലുള്ള മുതലാളിമാരുടെ സ്ഥലത്ത് കിടക്കുന്ന കാട് വെട്ടുകയാണ്. നമ്മുടെ ജൈവ സമ്പത്ത്, തൊട്ടാവാടിയും കിയാർ നെല്ലിയും അടങ്ങുന്ന അങ്ങനെ നമുക്ക് പേരറിയാത്ത ഇഷ്ടംപോലെ ഔഷധ സമ്പത്തുകൾ വെട്ടിമാറ്റുകയാണ്. മുതലാളിമാർക്ക് വെറുതെ കാട് വെട്ടിക്കിട്ടി അവർക്ക് ക്യാഷ് കൊടുക്കുകയാണ്. ഇതൊന്ന് മാറ്റിക്കൂടെ? ഇവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചൂടെ? അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ സിസ്റ്റം ഉണ്ട് ഇവിടെ, അതിനെ ഉപയോഗപ്പെടുത്തിക്കൂടെ? അതായത് താനൂരിലുള്ള പബ്ലിക്കായി കിടക്കുന്ന സ്ഥലങ്ങളിലും അതുപോലെ പ്രൈവറ്റ് ആയി കിടക്കുന്ന സ്ഥലങ്ങളും ഏറ്റെടുക്കണം. കാരണം ഇതൊക്കെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ തിന്നുന്ന ഭക്ഷണമൊക്കെ വിഷമാണ്. അതിലപ്പുറം ഇനി ഭക്ഷ്യക്ഷാമമാണ് വരുന്നത്. മുന്നേ കൊറോണ വരുന്നു, ഒരു വർഷം അടിച്ച് പൂട്ടിയിരിക്കേണ്ടി വരുന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഭക്ഷ്യക്ഷാമമൊക്കെയാണ് വരുന്നത്, നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, നേരിടാൻ കഴിയാത്ത. അപ്പൊ ഇതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. ഇത് പ്രൈവറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പം പബ്ലിക് സ്ഥലങ്ങളും പ്രൈവറ്റ് സ്ഥലങ്ങളും തീർച്ചയായിട്ടും ഏറ്റെടുക്കുക. എന്നിട്ട് ഈ തൊഴിലുറപ്പുകാരെ ഇതിനായിട്ട് നിയോഗിക്കുക. അതുപോലെ തന്നെ കുടുംബശ്രീയെയും ഇതിൽ ഉൾപ്പെടുത്തുക. അതുകൂടാതെ നാട്ടിലുള്ള യുവാക്കളും യുവതികളും പരിസരത്തുള്ളവരൊക്കെ കൃഷിയിലേക്ക് ഇറങ്ങട്ടെ. അതായത് ആ പരിസരത്തുള്ള, ഏറ്റെടുക്കുന്ന പരിസരത്തുള്ള വീടുകളിലുള്ളവർ അതാത് സ്ഥലത്തെ കൃഷിയിടങ്ങൾ ശ്രദ്ധിക്കട്ടെ. അപ്പൊ നല്ല രീതിയിൽ ജൈവികമായിട്ട് തന്നെ. ഇനി നമുക്കറിയാം, നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ ക്ലൈമറ്റ് ചേഞ്ച് ആണ് വരുന്നത് എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ട്. തീർച്ചയായിട്ടും ക്ലൈമറ്റ് ചേഞ്ച് വന്നു കഴിഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം, ചൂടൊക്കെ കണ്ടല്ലോ. പലരും കാലാവസ്ഥ തെറ്റിച്ചാണ് വരുന്നത് എന്നത് ഇപ്പൊ നമുക്ക് അനുഭവമായി. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോഴും പിടിച്ചു നിൽക്കാവുന്ന ടെക്നോളജിയിലുള്ള കൃഷിയായിരിക്കണം. കൃഷി ജൈവികമായിരിക്കണം. പക്ഷേ കാലാവസ്ഥ വരുമ്പോഴും പിടിച്ചു നിൽക്കാവുന്ന ആധുനിക രീതികളൊക്കെ ഉപയോഗപ്പെടുത്തണം. തീർച്ചയായിട്ടും വിജയകരമായിട്ട് കൃഷി ചെയ്യുന്ന ഇവരുടെ ഉപദേശങ്ങളൊക്കെ വേണം. ഇത് തുടങ്ങാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. പക്ഷെ ജനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തുടങ്ങാവുന്നതേ ഉള്ളൂ. തുടങ്ങിക്കഴിഞ്ഞാൽ താനൂരിൽ പച്ചക്കറിയും അതുപോലെ തന്നെ കപ്പയും വാഴയും മറ്റു ഫ്രൂട്ട്സുകളും മാത്രമല്ല, നമുക്ക് കഴിക്കാനുള്ളത് മാത്രമല്ല, ശുദ്ധമായിട്ടുള്ള ഭക്ഷണം നമുക്ക് കിട്ടുമെന്ന് മാത്രമല്ല, ഇത് പുറമേക്ക് കയറ്റി അഴക്കുന്ന രീതിയിലും തീർച്ചയായിട്ടും എത്തിപ്പെടാവുന്നതാണ്. അപ്പൊ ഈ ഒരു കാര്യം ആദ്യ പടിയായിട്ട് ജനങ്ങളെല്ലാവരും പറഞ്ഞു തുടങ്ങണം. ഇങ്ങനൊരു പ്രൊജക്ട് ജനങ്ങളെല്ലാവരും പറഞ്ഞു തുടങ്ങുക എന്നുള്ളതാണ്. താനൂർകാർ താനൂർ വരാൻ പറയുക, മറ്റുള്ള സ്ഥലക്കാർ മറ്റുള്ളവർക്ക് വരാൻ പറയുക. ഇതാകട്ടെ നമ്മുടെ പ്രവർത്തനം. ഇനി നമ്മുടെ രാഷ്ട്രീയം ഇതാകട്ടെ. നാടിലേക്ക് ഓരോന്ന് വരുന്നതിനെ പറ്റിയും വരുന്നത് നല്ലതിൽ ആകാനുള്ളതിനെ പറ്റിയുള്ള സംസാരമാകട്ടെ.